തീർച്ചയായിട്ടും ഈ കുറ്റപത്രം വൈകിക്കഴിഞ്ഞാൽ സമയത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഈ പ്രതികൾക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ലഭിച്ച് അവരെല്ലാം പുറത്തു വരും. അവർക്കെതിരായി നടപടിയെടുക്കാത്ത പാർട്ടിയാണിത്. 3 പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി പാർട്ടി നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണിത്. ആ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ ജാമ്യം കിട്ടിയപ്പോൾ അല്ലാതെ ജാമ്യം കിട്ടില്ല. അല്ലാതെ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. സുപ്രീം കോടതിയിലും പോയി, ഹൈക്കോടതിയിലും ഒക്കെ പോയി, ജാമ്യം കിട്ടിയില്ല. അപ്പൊ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ SIT ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ് ആ SITയെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോ അത് പച്ചക്കള്ളമാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ശ്രീ KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, എല്ലാവരും ഒരേപോലെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു പരാതിയും പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടായില്ല. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ പിന്നത്തെ കാര്യവും ഉൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാണ്. ഇപ്പൊ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പറയാ. കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറഞ്ഞു, മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേട് പറഞ്ഞു. എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാർ വിളിച്ചു പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ, പൊതുസമൂഹവും. വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ മറുപടി പറഞ്ഞു. അതിനൊക്കെ എല്ലാ ദിവസവും അത് ചോദിക്കണ്ട. അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ അതിന് മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടെന്നേ. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട്. അല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല, നിങ്ങൾ സംസാരിക്കല്ലേ, ഞാൻ മറുപടി പറയല്ലേ. മുഖ്യമന്ത്രിയുടെ കൂടെ നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യം നിങ്ങൾ 5 ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന്. അത് ഞാൻ മറുപടി പറയുമ്പോൾ ഇടയിൽ കയറി ചോദിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് പറയാം. വേറെ ആരെയും ഉണ്ടോ ചോദിക്കാം? ഇന്നലെ ഇതിനെല്ലാം മറുപടി പറഞ്ഞത്. താങ്കൾ 5 ചോദ്യം ഇന്നലെ ചോദിച്ചത്, ഇതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞ. ഇല്ല, അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് സംസാരിക്കണ്ട. ഇന്നലെ താങ്കൾ 5 ചോദ്യം ചോദിച്ചാൽ 5 എണ്ണത്തിന് ഞാൻ മറുപടി പറഞ്ഞ. അയ്യോ, അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയെന്ന് എഴുതിക്കും. വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ? വേറെ ആരെങ്കിലും ഈ കൈരളിയിൽ നിന്നും ഈ ദേശാഭിമാനിയിൽ നിന്നും വന്നിട്ടൊന്നും അജണ്ടയൊന്നും എന്റെ അടുത്ത് വില പോകത്തില്ല. നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു. മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ കയറി ചോദിക്കരുത്. അതാണ് ഞാൻ നിങ്ങളോട്, നിങ്ങളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല. ഞാൻ ആരെങ്കിലും വേറെ ചോദിക്കാണ്ട് ചോദിച്ചു. അതെനിക്കറിയത്തില്ല. അതെനിക്കറിയില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. അല്ല, അദ്ദേഹം ഇതിനു മുൻപ് ഉന്നയിച്ച ആരോപണമാണ്, ഇപ്പൊ വന്ന ആരോപണമല്ല. ആ ആരോപണത്തിന്റെ മീതെ പാർട്ടി അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെല്ലാം കൃത്യമായ നടപടിയെടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. എല്ലാത്തിനും ഉറപ്പ് കൊടുത്തിരുന്നു. എന്നിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ്, ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് താൻ ഇത് രണ്ടാമത് പറയേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് പിരിവിൽ നടത്തിയ കൊള്ളയാണ്. പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ അത് അറിയാമായിരുന്നിട്ടും ആ കൊള്ളയെക്കുറിച്ച് ഇത് തന്നെയാണല്ലോ അഭിമന്യുവിന്റെ കേസിൽ നടന്നത്. ഇത് തന്നെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടിയായി CPM എന്ന് CPM നേതാക്കൾ തന്നെ ഉന്നയിക്കുക. ഞങ്ങൾ ഉന്നയിച്ച ആരോപണമല്ല. പാർട്ടിക്കകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ CPM ചെറിയ ആളാണോ? അദ്ദേഹം ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ്. കോടതിക്ക് അത് അടുത്ത വാദത്തിന്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്.
എൻ്റെ അഭിഭാഷകൻ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് കൈരളി ന്യൂസിലടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ്. അതെങ്ങനെയാണ്? ഞാൻ ആ നോട്ടീസിന്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ നോട്ടീസിന്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി എനിക്കെതിരെ കേസ് കൊടുത്തേക്കണ എന്താ? ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. കാരണം അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത്. എന്റെ അഫിഡവിറ്റ് ഉണ്ട്. എന്റെ അഫിഡവിറ്റിലും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാനെങ്ങനെ വാദത്തിൽ നിന്ന് എന്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്? എന്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ ദിവസം സതീശൻ മലക്കം പറഞ്ഞു. എങ്ങനെ മലക്കം പറയാണ്? കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ്. ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ്. തെറ്റായ വാർത്ത കൊടുത്തത് സതീശൻ മലക്കം പറഞ്ഞത്. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പൊ തന്നെ അന്നാ ക്ഷമ പറയാൻ പറയും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോകാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. ഞാൻ അഭിഭാഷകനല്ലേ, എനിക്കറിയില്ലേ?